അപ്പൂപ്പൻ്റെ സർഗാത്മകതയും സാഹിത്യാഭിരുചിയും ഭാഷാപാഠവും എല്ലാം സിദ്ധിച്ചിട്ടുള്ള ഇന്നത്തെ എഴുത്തുകാരിൽ മുൻപന്തിയിൽ തന്നെ സ്ഥാനം നേടിയ വ്യക്തിത്വം. വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഗഹനമായ കാര്യങ്ങൾ പോലും ശുദ്ധവും സുന്ദരവുമായ മലയാളത്തിൽ പ്രതിപാദിക്കുന്ന എഴുത്തുകാരൻ. ഞങ്ങളുടെ ഈ സംരംഭത്തിൻ്റെ നെടും തൂണായി നിന്ന് എല്ലാവിധ സഹായങ്ങളും പരിപൂർണ സഹകരണവും നൽകുന്ന അമ്മാവന് നന്ദി പറയുന്നു. ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത് അധ്യാപകനും ചരിത്രകാരനും വാഗ്മിയും ഒക്കെയായ ഡോക്ടർ ശശിഭൂഷൺ സാറാണ്. കേരള ലളിതകലാ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് മുതലായ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അപ്പൂപ്പൻ്റെ പാണ്ഡിത്യത്തോടൊപ്പം സ്നേഹസമ്പന്നതയെക്കുറിച്ച് പറഞ്ഞത് വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നി. അത് ഞങ്ങൾക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ചും ബഹുമുഖ വ്യക്തിത്വത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹം ഞങ്ങൾക്ക് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അപ്പൂപ്പനെക്കുറിച്ച് ഞങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. മാത്രമല്ല ഞങ്ങളുടെ ഭാവി സംരംഭങ്ങളിലും അദ്ദേഹം ഒരു മാർഗദർശിയായി കൂടെ ഉണ്ടാവും. ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് ശുഭകരമായ ഒരു തുടക്കമിട്ട് ഞങ്ങൾക്ക് പ്രചോദനം നൽകിയ ഡോക്ടർ ശശിഭൂഷൺ സാറിന് ഞങ്ങളുടെ എല്ലാം പേരിൽ നന്ദി പറയുന്നു. ഇനി ഈ ചടങ്ങിന് ഹാർദവമായ ആശംസകൾ നൽകി ഞങ്ങൾക്ക് ഉണർവും ഉന്മേഷവും നൽകിയ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനും ഡോക്ടർ ശൂർനാട് രാജശേഖരനുമാണ് നന്ദി പറയേണ്ടത്. മികച്ച അധ്യാപകൻ, നോവലിസ്റ്റ്, കഥാകാരൻ, സംസ്ഥാന സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, കേരള സാഹിത്യ അക്കാദമികളുടെ അവാർഡ് ജേതാവ് എന്ന നിലയിലൊക്കെ അറിയപ്പെടുന്ന ഓണക്കൂർ സാർ സ്വന്തം തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി നമുക്കൊപ്പം സന്തോഷമായി ഒത്തുചേർന്നു. ഓണക്കൂർ സാറിനും ഞങ്ങൾ എല്ലാവരുടെയും പേരിലും നന്ദി പറയുന്നു. ഡോക്ടർ ശൂർനാട് രാജശേഖരനും ഞങ്ങളുടെ അമ്മാവനാണ്. അപ്പൂപ്പൻ്റെ സഹോദരപുത്രൻ. അപ്പൂപ്പൻ്റെ ജീവചരിത്രവും അദ്ദേഹം മാതൃഭാഷയ്ക്കും നൽകിയ സംഭാവനകളെക്കുറിച്ചും എല്ലാം സമഗ്രമായ പഠനം നടത്തി ആ ഗവേഷണം വളരെ പ്രാധാന്യമുള്ള ഒരു പുസ്തകമായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ശൂർനാട് കുഞ്ഞൻപിള്ള അറിവിൻ്റെ പ്രകാശഗോപുരം എന്നാണ് ആ ബുക്കിൻ്റെ പേര്. മികച്ച രാഷ്ട്രീയ നേതാവും പൊതുജന സേവകനുമായ അദ്ദേഹത്തിനും ഹാർദവമായി നന്ദി പറയുന്നു. സന്ധ്യ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അനുജത്തിയെ പോലെയാണ്. വേറൊന്നുമല്ല, എല്ലാ കാര്യങ്ങൾക്കും പ്രചോദനവും പ്രേരണയും നൽകി പിറകെ കൂടുന്ന ഒരു വളരെ ശുഭാപ്തി വിശ്വാസിയായ ഒരു ചെറുപ്പക്കാരി. സന്ധ്യ സാഹിത്യ ആസ്വാദകയും സാഹിത്യകാരിയുമാണ്. മാത്രമല്ല നെറ്റ് ഇന്ത്യ എന്ന അവരുടെ സ്വന്തം സ്ഥാപനത്തിലെ SEO അനലിസ്റ്റായി പ്രവർത്തിക്കുന്നു. മാത്രമല്ല അക്ഷരസ്ത്രീ എന്ന മാസികയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും കൂടിയാണ്.